ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമസ്കാരം, ഞാൻ വീണ്ടും ഒരു മൂവിയുടെ റിവ്യൂമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇപ്രാവശ്യം ഒരു ഇംഗ്ലീഷാണ്. ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ. അത് ആലപ്പുഴയിൽ കാണാൻ സാധിച്ചില്ല. കാരണം ഒരു സിനിമയും എനിക്ക് തോന്നുന്നില്ല ആലപ്പുഴയിൽ, ഒരു സിനിമയല്ല ഒരു ഇംഗ്ലീഷ് സിനിമയും ആലപ്പുഴയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ പ്രതീക്ഷയില്ല. കാരണം ഇതിപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഞാൻ പല പല പടങ്ങൾ ബുക്ക് മൈ ഷോയിൽ കാണുന്നു. ഓൾറെഡി റിലീസ് ഇൻ ബുക്ക് മൈ ഷോ ഉണ്ട്, ടിക്കറ്റ് അവൈലബിൾ ആണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് അവിടെ ഒരു 10 പേരില്ലാതെ അല്ലെങ്കിൽ 15 പേരില്ലാതെ പാൻ സിനിമാസിലോ എയ്സിലോ ഒക്കെയാണ് ഈ ഹോളിവുഡ് മൂവീസ് വരുന്നത്. അവര് വലിയ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും നമ്മൾ അതിന് മുമ്പുള്ള പടങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ. പക്ഷെ ദ പ്രോബ്ലം ഈസ് അവര് ആൾക്കാരെ വെച്ച് അത് നടത്തത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് അത്. എനിക്കറിയില്ല ആലപ്പുഴക്കാർ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് മൂവീസിന് പോകാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെ, ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫസ്റ്റ് ഡേ, അറിയാലോ, ഒരു റിവ്യൂവർ എന്ന നിലയിൽ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ഷോസ് കാണും. പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരു ഷോയിലും ഒരു 15-20 പേരെങ്കിലും ബുക്ക് ചെയ്തിരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്തില്ല. നെപ്പോളിയൻ പോലും ഞാൻ പോയി ഒബ്രോൺ മോളിലാണ് കണ്ടത്. സോ എനിക്ക് ഫ്യൂരിയോസയും ഒരു നിസംശയം തന്നെ എനിക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എനിക്കൊരു ഷൂട്ടിന്റെ ആവശ്യത്തിനായിട്ട് എറണാകുളത്ത് പോകേണ്ടി വന്നു, അത് റിലീസ് ആയതിന്റെ പിറ്റേ ദിവസം. സോ അതുകൊണ്ട് തന്നെ ഞാനത് എന്താ പറയാ, തിയേറ്ററിൽ തന്നെ പോയി കണ്ടു. അത് നമ്മുടെ ഫോറം മാളിലാണ് പോയി കണ്ടത്. ഫോറം മാളിലെ PVR നല്ലതാണ്. 125 പ്ലസ് ടാക്സ് ഉൾപ്പെടെ ഒരു 148 റുപ്പീസ്. എന്തെങ്കിലും ആവശ്യത്തിനുള്ള പോകുന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഹാഫ് ഡേ ടൈം കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് ഫോറം മാൾ നിങ്ങൾ യൂസ് ചെയ്യുക. PVR ഷോസിന് വേണ്ടിയിട്ട് നല്ല നല്ല തിയേറ്റർ ആണ്, നല്ല AC ആണ്, നല്ല കസേരയാണ്. അതായത് ഒരു മെട്രോ സിറ്റിയിൽ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മാളില് ഇത്രയും നല്ല പോഷില് നമുക്കിരുന്ന് കാണാൻ, നമ്മൾ ഈ സിനിമ കാണുന്ന നല്ല സ്ക്രീൻ, നല്ല സിറ്റിംഗ്, നല്ല AC, കംഫർട്ട്, അതാണ് നോക്കുന്നത്. ബാക്കിയെല്ലാം വിട്ടേക്കും. നമ്മളിവിടെ തിന്നാനല്ല പോകുന്നത്. എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് സിനിമ തിയേറ്ററിൽ ആൾക്കാർ വരുന്നത് കഴിക്കാനാണോന്നും. സോ അങ്ങനെയല്ല എന്ന് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു പ്യുവർ എന്റർടൈനർ അല്ലെങ്കിൽ പ്യുവർ എൻജോയ് ചെയ്യാനാണ് നിങ്ങൾ മൂവി കാണാൻ പോകുന്നതെങ്കിൽ, ഓഫ് കോഴ്സ് എനിക്ക് പറയാനുള്ളത് എറണാകുളത്ത് ഫോറം മാളിൽ പോയി കാണുക. അതാകുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റ്, ആലപ്പുഴയിൽ തന്നെ എനിക്ക് തോന്നുന്നു കൈരളിശ്രീ ഒഴിച്ചാൽ ബാക്കി എല്ലാ തിയേറ്ററിലും എയ്സിലെ പാനലൊക്കെ 200 അബവ് ആവും ടിക്കറ്റിന് ഒരാൾക്ക് പെർ ഹെഡ്. സോ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം, സിനിമയിലേക്ക് തിരിച്ചു വരാം. ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ. ഇതും കഴിഞ്ഞ ഇതൊരു സെക്കൻഡ്, എനിക്ക് തോന്നുന്നു ഇതിന്റെ തുടർച്ചയാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ള എത്ര പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കുറെ കൂടെ വമ്പൻ സാധനമായിരുന്നു. കാരണം നമ്മളിലേക്ക് ഈ മാഡ് മാക്സ് എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ടാണ് ഇഞ്ചെക്ട് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. പക്ഷെ ഈ മാഡ് മാക്സ് ആകെ അത്രയും അധികം സിറകളിലേക്ക് കയറ്റിയോന്ന് ആ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ അടിപൊളി ഗംഭീരമാണ്, മേക്കിംഗ് ഗംഭീരമാണ്. കാരണം ആ സെറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ഒരു ഭൂഖണ്ഡം, ഒരു കോണ്ടിനെന്റ് വേസ്റ്റ് ലാൻഡായി മാറുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഡയറക്ഷൻ ജോർജ് മില്ലർ ആണ്. ഇതിന്റെ സ്ക്രീൻ പ്ലേ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ എന്നെങ്കിൽ ബേസ്ഡ് ഓൺ ക്യാരക്ടേഴ്സ് ബൈ ജോർജ് മില്ലർ ആൻഡ് ബൈറൺ കെന്നഡി ആണ്. പ്രൊഡക്ഷൻ ഡഗ് മിച്ചൽ ആണ്. സ്റ്റാറിംഗ് അനിയ ടൈലർ ജോയ്, ക്രിസ് ഹെംസ്വർത്ത്, ടോം ബർഗ്, അലിയ ബ്രൗൺ. ഇത്രയും പേരാണ് അതിനകത്ത്. ഇത് കുറച്ച് പേരുടെ പേര് ഞാൻ നോക്കി വായിച്ചത്, പേരുകൾ തെറ്റാതിരിക്കാനാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്കാലിറ്റീസ് കാണാണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മാഡ് മാക്സ് കാണാൻ കയറിയത്. കാരണം ഞാൻ ഫസ്റ്റ് പാർട്ട് കാണുന്നത് തിയേറ്ററിലല്ല, TV-യിലാണ്. സോ സെക്കൻഡ് പാർട്ട് ഇതിന്റെ പരസ്യങ്ങൾ കണ്ടപ്പോൾ, എനിക്ക് പല തിയേറ്ററിൽ പോയി പരസ്യം കണ്ടപ്പോഴത്തേക്ക് ഇതിന്റെ ട്രെയിലർ ഷോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇത് കാണണം, എനിക്ക് ഉറപ്പായിരുന്നു ആലപ്പുഴ എന്തായാലും കാണാൻ പറ്റില്ല എന്ന്. സോ എറണാകുളത്ത് എന്തായാലും എനിക്ക് കാണാൻ സാധിച്ചു. ഒരു 3 മണിക്കൂറിന് അടുപ്പിച്ച് പടമുണ്ട്. പക്ഷെ ആ പടത്തിനകത്ത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഒരു വാറും അതിനകത്ത് ഡീപ്പായിട്ടൊന്നും കാണിക്കുന്നില്ല. വേസ്റ്റ് ലാൻഡിലെ ഒരു 3 കിങ്ഡം, അവർ തമ്മിലുള്ള പരസ്പരമുള്ള ഗ്രീൻലാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം, അതൊക്കെയാണ് അതിന്റെ ഒരു ബ്രീഫ് സ്റ്റോറി എന്ന് എനിക്ക് തോന്നിയത്. സിറ്റഡൽ എന്ന് പറയുന്ന ഒരു സ്ഥലം, അതുപോലെ എന്താ പറയുന്ന ബുള്ളറ്റ് കിങ്ഡം, അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവങ്ങൾ, അതിലേക്ക് വരുന്ന ഫ്യൂരിയോസ. ആ ഫ്യൂരിയോസ ഗ്രീൻലാൻഡിന്റെ ഓണർ അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവൾ, അങ്ങനെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ എന്തായാലും നമുക്ക് മനസ്സിലാവും, കാരണം മറ്റേ എന്താ പറയുന്നത് സബ് ടൈറ്റിൽ അവരതിനകത്ത് ഇപ്പോൾ എല്ലാ ഇംഗ്ലീഷ് സിനിമകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, തിയേറ്ററുകളിൽ എസ്പെഷ്യലി. സോ പടം ഓക്കെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. 170 മില്യൺ അങ്ങനെ എങ്ങാണ്ടാണ് ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. ഏതാണ്ട് 168 മില്യൺസ് ആണ് വന്നിരിക്കുന്നത്. സോ അത്രയ്ക്ക് സെറ്റ് അതിനകത്തിലുണ്ട്. അതിലെ ആകെ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് അതിനകത്ത് ആക്ഷൻസും അല്ലെങ്കിൽ അതിനകത്തെ അഭിനേതാക്കൾ ആക്ടേഴ്സിന്റെ ഒരു സംഭവങ്ങളൊന്നും അല്ല, മറിച്ച് അതിന്റെ സെറ്റാണ്. അതായത് വേസ്റ്റ് ലാൻഡ് എന്ന ഒരു കോൺസെപ്റ്റില് അവരുണ്ടാക്കിയ സെറ്റ്, അത് മാത്രമാണ് എനിക്ക് ഈ മാഡ് മാക്സ് അല്ലെങ്കിൽ ഫ്യൂരിയോസ എന്ന് പറയുന്ന ആ ഒരു സാഗയിൽ തോന്നിയത്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഫ്യൂരിയോസയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ ലേഡി, അവരും അങ്ങനെ ഭയങ്കര ഫ്യൂരിയസ്, അതായത് അവർക്കൊരു റേജ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. അതായത് ഹാർട്ട്ലെസ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് അല്ലാത്ത
അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു 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 വെഞ്ചിയൻസ് അത് നമുക്ക് തോന്നണമല്ലോ. പക്ഷെ അത് അവരുടെ കണ്ണുകളിൽ കാണാൻ സാധിച്ചില്ല, അഭിനേത്രിയുടെ കണ്ണുകളിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. അതിലും നല്ല അഭിനയം എനിക്കൊന്ന് ആ വില്ലനായിട്ട് അഭിനയിച്ച ഡെമട്രസ്, അതിനകത്ത് അയാൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ആ ക്യാരക്ടർ ചെയ്ത ആള്. സോ മൊത്തത്തിൽ എനിക്ക് ഒരു ശോകമായിട്ടാണ് പടം തോന്നിയത്. ശോകം മീൻസ് ഭയങ്കരമായി നമ്മളെ പിടിച്ചിരുത്തുന്നതൊന്നും ആ മൂവിയിലില്ല. അതിൽ നല്ല പടങ്ങൾ ഇതിനു മുമ്പൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. എനിക്കതൊക്കെ നെപ്പോളിയനൊക്കെ അവരുടെ നെപ്പോളിയന്റെ വാറൊക്കെ കാണിക്കുന്നത് അതിനകത്തൊക്കെ അടിപൊളിയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സോ ആസ് എ പേഴ്സണൽ ഒപ്പീനിയൻ മാഡ് മാക്സ് ഒരു ആവറേജ് മാത്രം കൊടുക്കാം. കാരണം ആ സെറ്റ് വെച്ച് നോക്കുമ്പോൾ വേസ്റ്റ് ലാൻഡ് ക്രിയേഷനും അതുപോലുള്ള അവരുണ്ടാക്കുന്ന ഗംഭീരൻ വാഹനങ്ങൾ, അതിനകത്ത് പിന്നെ ബൈക്കാണല്ലോ, മെഷീൻസ് ആണ് ഇതിനകത്ത് കൂടുതലും. അത് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മെഷീനറീസ് അല്ലെങ്കിൽ മെഷീൻസ്, ലോഹങ്ങൾ, അയൺസ്, ഇതെല്ലാം വേസ്റ്റ് ആയ ഒരു ലോകത്തെ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലോകത്തെയാണ് കാണിക്കുന്നത്. അതിലൊരു ഭൂഖണ്ഡം, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡമാണ്. അവിടെ കുറച്ച് മാത്രം ഗ്രീൻലാൻഡ് ഉണ്ട്. അവിടെ ആ ഗ്രീൻലാൻഡിനേക്കുള്ള ഒരു പോക്ക് അല്ലെങ്കിൽ അത് കീഴ്പ്പെടുത്താനുള്ള പരസ്പരമുള്ള ഒരു മത്സരം, ഇതൊക്കെ ആയിട്ടാണ് ഈ മാഡ് മാക്സ് ആകെ തന്നെ പറയുന്നത്. അപ്പോൾ സോ ഇതിന്റെ കോൺസെപ്റ്റ് അതാണ്. പക്ഷേ ഇതിൽ എനിക്കതത്ര ഒരു ഗംഭീര പടമായിട്ട് ഫീൽ ചെയ്തില്ല പേഴ്സണലി. പക്ഷെ തിയേറ്റർ കൊള്ളാവുന്നോണ്ടിരുന്ന് കണ്ടു എന്ന് മാത്രം. പിന്നെ അതിന്റെ മൊത്തത്തിലുള്ള സെറ്റ്, മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി ഒക്കെ കൊള്ളാം, അതൊക്കെ ഗംഭീരമാണ്. പിന്നെ മേക്കപ്പ് ഇതെല്ലാം കൊള്ളാം. മേക്കപ്പ് ഗംഭീരമാണ്, കാരണം പല രൂപത്തിലുള്ള നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് മേക്കപ്സ് ഒക്കെ ചെയ്തു വെച്ച് ആർട്ടിസ്റ്റിനെ ഇറക്കണമല്ലോ. അതൊരു ഗംഭീര മേക്കപ്പ് ആർട്ടിസ്റ്റിന് പ്രത്യേക കുഡോസ്, കാരണം അവരുടെ മേക്കപ്പ് ഒക്കെ ഗംഭീരം. എങ്കിലും പോരാ എന്നാണ് എന്റെ അഭിപ്രായം. ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ ഐ ഫെൽ എ ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിന്റഡ് ആണ്. ഭയങ്കര ഗംഭീരം ഒന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് കണ്ടതിന് ഒരു ഹാങ് ഓവറിലാണല്ലോ സെക്കൻഡ് അത് കാണാൻ പോകുന്നത്. സോ അതിന്റെ ഒരു ഗുമ്മ എനിക്ക് ആ പടത്തിൽ ഫീൽ ചെയ്തില്ല പേഴ്സണലി. സോ നിങ്ങൾ പോയി കണ്ട് റേറ്റ് ചെയ്യും. താങ്ക് യു, ബൈ ബൈ.